താൽക്കാലിക വിസി നിയമനത്തിൽ ചാൻസലർക്കെതിരെ കേരളം സുപ്രീം കോടതിയിൽ. ചാൻസലർ കൂടിയായ ഗവർണറുടെ ഉത്തരവ് ചട്ടവിരുദ്ധമെന്നും നിയമനങ്ങൾ റദ്ദാക്കണമെന്നുമാണ് ആവശ്യം. വി അരുൺ വിശദാംശങ്ങൾ നൽകും. അരുൺ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഗവർണർക്കെതിരെ കേരളം സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്. എന്തൊക്കെയാണ് കേരളത്തിന്റെ വാദം? ഭവ്യ, ഡിജിറ്റൽ അതുപോലെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റികളിലെ താൽക്കാലിക വിസി നിയമനത്തെ നേരത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരുന്നു. ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ തീരുമാനം തെറ്റെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിച്ചിരുന്നു. ഇതിനെതിരെ ഗവർണറാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. അന്ന് ആ വിധി, സുപ്രീം കോടതി വിധി തങ്ങൾക്ക് അനുകൂലമെന്ന് ഗവർണറും സർക്കാരും ഒരുപോലെ വാദിച്ചു. സർക്കാരുമായി ചർച്ച ചെയ്ത് സമന്വയത്തിലൂടെ താൽക്കാലിക വിസ തീരുമാനിക്കാം. അതും 6 മാസത്തേക്ക് മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ. അതിനുശേഷം സ്ഥിരം വിസി വേണം. ഇതായിരുന്നു സുപ്രീം കോടതി നിർദ്ദേശം. പക്ഷേ സർക്കാരുമായി ആലോചിക്കാതെ സർക്കാർ നൽകിയ പാനൽ 2 സർവകലാശാലകളിലേക്കും സർക്കാർ നൽകിയ പാനൽ തള്ളിക്കൊണ്ടാണ് സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാലയിലും ഡോക്ടർ ശിവപ്രസാദിനെ സാങ്കേതിക സർവകലാശാലയിലും വിസിയായി ഗവർണർ നിയമിച്ചത്. ഇത് തിരുത്തണമെന്ന് മുഖ്യമന്ത്രി ഗവർണറോട് കത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. ഗവർണർ നേരിൽ കണ്ട മന്ത്രിമാരും ഇക്കാര്യം ആവശ്യപ്പെട്ടു. പക്ഷേ ഗവർണർ തീരുമാനത്തിൽ പിന്നോട്ട് പോയില്ല. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനം തന്നെയാണ് തന്റെ നടപടി എന്നാണ് ഗവർണർ വിശദീകരിച്ചത്. അന്ന് തന്നെ ഇത് സുപ്രീം കോടതിയിലും ഹർജിയായി പോകുമെന്ന് നിയമമന്ത്രി പി രാജു അടക്കം വ്യക്തമാക്കിയിരുന്നു. ആ നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഗവർണറുടെ തീരുമാനത്തെ ചോദ്യം ചെയ്താണ് സുപ്രീം കോടതി നിലവിലുള്ള ഹർജിയിൽ കേരളം ഇക്കാര്യം കൂടി ആവശ്യപ്പെടുന്നത്. ഗവർണർ തീരുമാനം പിൻവലിക്കണം. അത് കോടതി വിധിയുടെ ലംഘനമാണ്. മാത്രമല്ല സർവകലാശാല ചട്ടങ്ങളുടെയും ലംഘനമാണ്. സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് താൽക്കാലിക വിസിമാരെ നിയമിക്കണമെന്നാണ് 2 സർവകലാശാലകളുടെയും ചട്ടങ്ങൾ പറയുന്നത്. ചട്ടവിരുദ്ധമായ തീരുമാനത്തിൽ നിന്ന് ഗവർണർ പിന്മാറണമെന്ന ആവശ്യമാണ് സുപ്രീം കോടതിയിലും സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, വി അരുണാണ് വിശദാംശങ്ങൾ പുറത്തുവിട്ടത്.